നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകരുടെ ഓണ സന്ദേശം കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കേരളം ഒരു മനസ്സോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും തുല്യരാണെന്ന സന്ദേശം മലയാളി ഈ ലോകം മുഴുവൻ നിറയ്ക്കുന്ന കാലമാണ് ഓണം. തൻ്റെ സജ്ജനങ്ങളെ കാണാൻ ഇത്തവണ മാവേലി മന്നനെത്തുന്നത് ഓണത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് കരുതുന്നവരുടെ കൂടി നടുവിലേക്കാണ്. മറ്റ് മതസ്ഥരുടെ ആചാരങ്ങൾ ഒരു തരത്തിലും അതിൽ പങ്കുകൊള്ളാൻ പാടില്ല എന്ന് വാദിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. ഓണാഘോഷത്തിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കില്ല എന്ന് പറയുന്നവർ ആരാണ്? വേഷവിധാനത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ആ ആചാരത്തോട് ഒരു വിധത്തിലും ഒത്തുപോകാൻ പാടില്ല എന്ന് അടിവരയിട്ട് നിർദ്ദേശിക്കുന്നവർ ആരാണ്? മാറി നിൽക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന ശബ്ദ സന്ദേശം നൽകുന്നതിൻ്റെ സൂചന എന്താണ്? ഇതോ മതേതര കേരളം? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ കുഞ്ഞാമതാണ് ആദ്യം എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കുഞ്ഞാമത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞാമത്, മതേതര കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പറയുന്ന ഒരിടത്താണ് ഇതുപോലെ ഒരു സന്ദേശം പ്രചരിക്കുന്നത്. അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കല്ലേ അതിൻ്റെ ഗൗരവം ഉള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്നാൽ ഈ മതേതര കേരളത്തിൽ ഒരു മങ്ങലേൽപ്പിക്കാൻ ഒരു ടീച്ചർ വിചാരിച്ചാലും നടക്കില്ല. ഈ കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞാൽ. അത്തം 1 തുടങ്ങി 10 വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ പെരുന്നാൾക്ക് ഇങ്ങോട്ടത്തെ പുരയെ കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് എല്ലാം സൗഹാർദ്ദമായിട്ട് കഴിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ഈ പ്രസ്താവന നടത്തിയ ടീച്ചറെ പെട്ടെന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പോരാ, ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്താൽ പോരാ, പുറത്താക്കണം എന്ന് എനിക്ക് പറയുകയാണ്. ഈ കേരള ഗവൺമെന്റോട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇച്ചിരി എനിക്ക് പറയുകയാണ്. വ്യക്തമാണ്. ഡേവിഡ് എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ ഡേവിഡ്, നമുക്ക് മലയാളികൾക്ക് എല്ലാ ആഘോഷങ്ങളും പൊതു ആഘോഷങ്ങളാണ്. നമ്മൾ ഒരു പെരുന്നാൾ ദിവസം സാധാരണഗതിയിൽ വീട്ടിലൊന്നും ഭക്ഷണം വെക്കാറില്ല. കാരണം നമുക്ക് ഉറപ്പാണ് നമ്മുടെ സുഹൃത്ത് ബിരിയാണിയുമായി അന്ന് വരും എന്ന് ഉറപ്പിക്കുന്ന മലയാളികളുടെ നാടാണിത്. ഇവിടെയാണ് ഒരു തരത്തിലും ഇത് പ്രോത്സാഹിപ്പിക്കരുത്, മാറി നിന്നേക്കണം, ജാഗ്രത പുലർത്തണം എന്നൊരു അധ്യാപിക പറയുമ്പോൾ അതൊരൊറ്റപ്പെട്ട ശബ്ദമാണോ? അതോ വിശ്വസിക്കാൻ തന്നെ പ്രയാസമുണ്ട്. ആരാ ടിപ്പ് കൊടുത്ത് ശരിയാണോ എന്നുള്ള അത്രയ്ക്കും ഈ കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്തിൽ എനിക്ക് വളരെ സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകളോ അധ്യാപികയോ ആരെങ്കിലും ഉണ്ടാവോ? ചില വ്യക്തികളുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സ്ത്രീയില്ലേ, എന്താണ് വടക്ക് ഉള്ള ഒരു കൂട്ടര്, അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിന് ബദലായിട്ട് ഇവരിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്താണ് ശശികല വേറെ പറയുന്നത് കേട്ട് മദർ തെരേസയെ പോലെയുള്ളവരെ അവരുടെ ബോഡി ഒരു നോബൽ ലോറൈറ്റ് ആണ്. ഹുംസോയവർ ഏത് മതം ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ അവരുടെ ഒക്കെ അത് സ്റ്റേറ്റ് ഓണേഴ്സ് കൊടുത്തു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇതുമാതിരിയുള്ള അത് കേട്ടിട്ട് ഇവര് പ്രതികരിക്കുന്ന എന്തിനാ? കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതക്കാരും അതുപോലെ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. കേരളം എന്നല്ല, ഓൾ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബോംബെയിലുള്ളപ്പോ ഈ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ. ഇന്നത്തെ ദിവസമാണ്, അത് ഓർത്തില്ല. വടക്കേ ഇന്ത്യയിൽ ഈ വിനായക ചതുർത്ഥി നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ബോംബെയിൽ ഇരിക്കുമ്പോൾ. കാരണം നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഈ സ്വീറ്റ്സ് ഒക്കെ. അത് എവിടെ കണ്ടാലും ഇഷ്ടംപോലെ കിട്ടും.
Yes. ദീപാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റാൻബെക്സിയിൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും 1ഉം 2ഉം ബോക്സ് കിട്ടും. ആ സ്വഭാവം ഇന്നും തുടരുന്നു. കാരണം നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ഭക്ഷണം സ്വീറ്റ്സ് കഴിച്ചേ കിടന്നുറങ്ങാൻ തന്നെ പറ്റുള്ളൂ. അത് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഇതൊക്കെ മതേതരത്വം ഉള്ളതുകൊണ്ടല്ലേ നടക്കുന്നത്. ഇതൊന്നിലേക്ക് പിടിച്ചു കെട്ടുന്ന ഈ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഈ ന്യൂസ് കേട്ടു, പക്ഷെ അങ്ങനെ ശബ്ദരേഖയൊന്നും കേട്ടില്ല. ഏതായാലും വളരെ പ്രയാസമുണ്ട് ഇതൊക്കെ കാണുമ്പം. ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ മതമൗലിക സംഘടനകളുടെ വല്ല സ്പോൺസർ ആണോ എന്നുള്ള രീതിയിൽ നല്ല അന്വേഷണം നടക്കണം. ഇതിന്റെ ഒന്നും പുറകിൽ അവരെ സംരക്ഷിക്കാൻ ആരും നിൽക്കരുത്. മറ്റവൻ അത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇതും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരിക്കൽ ഒരു ചങ്ങായി ഉണ്ട് ഇപ്പോ നമ്മളെ ശരിയല ടീച്ചർക്ക് അനുയോജ്യ ജോഡി ആപ്പ് എന്ന് പറഞ്ഞ കൂട്ടിത് ആ തെക്കുള്ള ഒരു ചങ്ങായും തുടങ്ങിയിട്ടുണ്ട്. ഒരാളെന്താണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരാളെ രക്ഷിച്ചപ്പം വന്നിട്ട് പറഞ്ഞു കേട്ടില്ല, ഇത് ശരിയായില്ല, ആ മതത്തില് ഉള്ളത്. അത് നമ്മുടെ മലബാറിലെ സ്വഭാവമാണ്. ഞാൻ ഒരിക്കൽ പീഡിഗിരിക്ക് പഠിക്കുന്ന കാലത്ത് വല്യങ്ങാടിയിൽ എവിടെ നടക്കുമ്പോൾ ഒരു പൂച്ചടറയത്തൂടി വണ്ടി കയറിപ്പോയത് കടന്ന് പിടയ്ക്കുന്നു. ഒരു കച്ചവടക്കാരനൊരു മുസൽമാനാണ് അവിടെ ഇരുന്നിട്ട് അയാൾ ആ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച് പൈസ ഉണ്ട്, നീ ഗൂഗിൾ പേ ഒന്നുമില്ല, 1-2 അറ്റിമേശപ്പുറത്ത് അവിടെ ഓടി വന്നിട്ട് ആ വെള്ളം അതിലൊഴിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത്. ഞാൻ ഹോസ്റ്റൽ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇല്ല അങ്ങോട്ട് കാണിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് എല്ലാ മതത്തിലും അങ്ങനെ നല്ലവരും ചിത്തവരും ഉണ്ട്. ഇതൊക്കെ വളരെ വിശ്വസിക്കാൻ പ്രയാസമുള്ള സംഭവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, അത്രയൊക്കെ പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, നമുക്കിന്ന് ധാരാളം പ്രേക്ഷകരൊക്കെ ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. വിവരവും സംസ്കാരവും ഇല്ലാത്ത അധ്യാപകരുള്ളപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വർക്കി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. ഒന്നാമത് ഓണം ഹിന്ദുവിൻ്റെ മാത്രമല്ല, പിന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് സുനിൽകുമാർ ഓർമ്മിപ്പിക്കുകയാണ്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, നമസ്കാരം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതിലേക്കൊക്കെ വരാം. കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കണ്ണൻ. ശ്രീ കണ്ണൻ, ഓണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റേത് മാത്രമായി ഒതുക്കി കൊടുക്കണോ, അതോ അത് ഒരു പൊതു ഉത്സവമായി തന്നെ കേരളം നിലനിർത്തണോ എന്ന ചർച്ചയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചർച്ച തുടങ്ങേണ്ട എന്തെങ്കിലും സാഹചര്യം കേരളത്തിലുണ്ടോ? സാറേ, ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്നതാണ്, ഇപ്പൊ കുറച്ച് നാളുകളായി ഇപ്പം കൂടുതൽ പിന്നെ അതായത് ഭൂരിപക്ഷമുള്ള, ഞാനിപ്പം വേർതിരിച്ച് പറയുമല്ല, ഹിന്ദു സമൂഹം അവരെപ്പോഴും അതായത് മതേതരത്വമായിട്ടാണ് കൂടുതൽ നീങ്ങുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ന്യൂനപക്ഷങ്ങളായവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പിന്നെ ഇത് പ്രവർത്തിക്കുന്നതും പിന്നെ മറ്റുള്ളവന് പറയെങ്കിലും മറ്റു കാര്യങ്ങൾക്കെല്ലാം കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളാണ്. പക്ഷെ ഇപ്പം എന്റെ സുഹൃത്ത് ഒരു ഫാക്ടറി ജോലി ചെയ്യാണ്. പുള്ളി ഒരു 2 പേര്. അപ്പൊ അവര് ഒരാള് മുസ്ലിം സ്ഥാനത്തിലാണ്, മറ്റൊരാൾ ക്രിസ്ത്യൻ. നമുക്ക് ഓണത്തിനാണ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നു, അത് ക്രിസ്മസിന് കൊടുത്താൽ മതി, കൊടുത്താൽ മതി. അവിടെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു താങ്കളുടെ ശബ്ദത്തിൽ എന്തോ പ്രയാസമുണ്ട്. അപ്പോൾ ബോണസ് ഓണത്തിന് വേണ്ട, അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മതി എന്ന കഥയാണ് താങ്കൾ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണകുമാർ കൂടി എന്നോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, ഈ ഉത്സവങ്ങൾ ഓരോ മതവിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുങ്ങാൻ എന്താണ് കാരണം? കേരളത്തിൻ്റെ മനസ്സ് ചുരുങ്ങുകയാണ്. സാർ നമസ്കാരം. സാർ ഞാൻ ആലുവയാണ് കേട്ടോ, ആലപ്പുഴയല്ല. ആലുവ. സാർ ആക്ച്വലി നമ്മളിവിടെ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് മതവും പിന്നൊന്ന് സംസ്കാരവും. ഇപ്പൊ സാംസ്കാരികപരമായിട്ട് മലയാളികളെല്ലാം ഒന്നാണ്. മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കുണ്ട്, അത് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്, ഒരു കേരള സംസ്കാരം. ആ കേരള സംസ്കാരത്തില് നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണത്തില് മഹാബലിയുടെ ഒരു ഐതിഹ്യമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ മലയാളികളുടെ കാർഷികോത്സവമാണിത്. നമ്മുടെ ഒരു പഴയ കാലത്ത് നമുക്ക് കഷ്ടപ്പാടുകളും ദുരിതവും ഉണ്ടായിരുന്ന കർക്കിടക മാസം കഴിഞ്ഞ് ഒരു കൊയ്ത്തുത്സവമായിട്ട് വരുന്ന ഓണമാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടെയുള്ള ഹിന്ദുക്കളും കേരളീയ സംസ്കാരത്തിലെ ഒരേ അവകാശവുമുള്ളവരും അധികാരമുള്ളവരുമാണ്. അപ്പൊ അതിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. പിന്നെ ആർക്കെങ്കിലും ഓണം ആഘോഷിക്കണ്ട എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല, അവരെ ആഘോഷിക്കണ്ട. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ശ്രീമതി മീനാക്ഷി ചേരുന്നുണ്ട്.
ശ്രീ മീനാക്ഷി, ഇവിടെ ഒരു അധ്യാപിക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിർത്താൻ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ആളാണ്. അപ്പോൾ ഇവരിൽ ഇങ്ങനെയൊക്കെ ചിന്ത, അത് ഒരു അധ്യാപിക പറഞ്ഞല്ലോ, രണ്ട് അധ്യാപികമാരുടെ സന്ദേശം. അപ്പം ഇത് എന്ത് സന്ദേശമാണ് ഈ നാടിന് നൽകുന്നത്? ഇവിടുത്തെ മറ്റ് മതത്തിലുള്ള ആളുകളെ ഭയപ്പെടുത്താൻ കൂടിയാണോ ഇത്തരം സന്ദേശങ്ങൾ വരുന്നത്? തീർച്ചയായും അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് മതവിദ്വേഷവും ജാതി വിവേചനവും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവരൊരു അധ്യാപികയാണ്, അപ്പൊ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളും. കാരണം ടീച്ചർ പറയുന്നത് കുഞ്ഞുങ്ങൾ അപ്പാടി മനസ്സിലാക്കും. അതെ അതെ അതെ, അത് വളരെ ശരിയാണ് കേട്ടോ. ഞാൻ പലപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞാൽ കുട്ടികൾ പറയും ഇങ്ങനെയല്ല എന്റെ ടീച്ചർ പഠിപ്പിച്ചതാണ് ശരി. അക്ഷരമാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ടീച്ചർ തെറ്റാണ് എന്നെങ്കിലും അമ്മ പറഞ്ഞു കൊടുത്താൽ അവരത് വിശ്വസിക്കില്ല. അത് ശരിയാണ്. കുട്ടികൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളും. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവിന്റെയും ഒരു കേന്ദ്രമാണ് ടീച്ചർ. അപ്പൊ ടീച്ചറാണ് അവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അറിവിന്റെ കാര്യം. അതെ, അപ്പൊ ടീച്ചർ പറയപ്പോ അവർ അത്രമാത്രം ആഴത്തിൽ അതിനെ ഉൾക്കൊള്ളും. അതവരുടെ ഭാവിയെ തന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതെ, അവരുടെ ഭാവി മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഓണവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ ഒരു മനസ്സോടുകൂടി ആഘോഷിക്കുന്ന നാടല്ലേ ഇത്. ഹിന്ദുസിന്റെ ആണ് അല്ലെങ്കിൽ മറ്റൊന്നിന്റെ ക്രിസ്മസ് മറ്റൊന്നിന്റെ ഇങ്ങനെ കുട്ടികൾ വേർതിരിച്ച് കാണാൻ തുടങ്ങും. അത് തന്നെ മതവിദ്വേഷവും ജാതി വിവേചനവും ഒക്കെ വളർത്തി വലുതാക്കും. ശ്രീമതി മീനാക്ഷി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ? ഹൗസ് വൈഫ് ആണോ അതോ? ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. PhD കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു, കമ്പ്യൂട്ടർ പഠിക്കുന്നു. അപ്പൊ ഈ സ്കൂളിൽ ഇത് വരും, ഞാൻ അതാ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണം പോലെയുണ്ട്. കാരണം അത് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി കുട്ടികളുടെ ആ ഒരു സൈക്കോളജി അല്ലേ? അതെ, തീർച്ചയായും. യെസ് യെസ്, അതപ്പോൾ ഞാൻ ഊഹിച്ചത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ജ്യോതിഷ് എന്നോടൊപ്പം വളരെ നന്ദി അവിടെ നിന്ന് ജോയിൻ ചെയ്തത്. ജ്യോതിഷ് ചേരുന്നത് പന്തളത്ത് നിന്നാണ്. ജ്യോതിഷ്, ഇവിടെ നമ്മൾ ഒരു ക്രിസ്മസ് ദിവസമായാൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ കേക്ക് ഉണ്ടാകും, നമ്മൾ അങ്ങോട്ട് പോകും, കൂട്ടായി ആഘോഷിക്കും, ഭക്ഷണം കഴിക്കും. അതുപോലെ അവരും മറ്റൊരു ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ 100,000 കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ ഊട്ടിയുറപ്പിക്കലുകൾ ഇതെല്ലാം കണ്ടവരാണ് നമ്മൾ മലയാളികൾ. ഇവിടെ മലയാളി മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? ഒരിക്കലും മലയാളി മാറി ചിന്തിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്റെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും എന്താണ് ഇങ്ങനെ ഈ ടീച്ചർമാരുടെയൊക്കെ സന്ദേശം പറഞ്ഞ വ്യക്തിക്ക് അധ്യാപിക എന്നൊരു വാക്കിനൊരു വിലയുള്ളതാണ്. അവർക്ക് ആ ഒരു വാക്കിന് പോലും അർഹതയുള്ള വ്യക്തിയല്ല. ഇവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുവല്ല ചെയ്യേണ്ടത്. ഇവരെ ആ സ്കൂളിൽ നിന്ന് തന്നെ ഇപ്പൊ തന്നെ ഒരു സഹോദരി പറഞ്ഞതുപോലെ ഇവര് പറയുന്നത് പെട്ടെന്ന് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യും. ഇവരെയൊക്കെ ഒഴിവാക്കണം സമൂഹത്തിൽ നിന്നും, ഇതുപോലുള്ള മേഖലകളിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് ഒക്കെ സത്യത്തിൽ ഒരു പഠനം നടത്തി കൊടുക്കണം. എന്തായിരുന്നു നമ്മുടെ വരും തലമുറ, കഴിഞ്ഞ തലമുറ എന്താണെന്നും ഇനിയും വരുന്ന തലമുറകളെ നിങ്ങൾ ഏത് രീതിയിൽ, കാരണം ഓണം, ക്രിസ്മസ്, റംസാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒത്തൊരുമയുടെയും നമ്മുടെ ലോകം മൊത്തം കാണുന്നതാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. അതേപോലെ റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും എല്ലാ പേരും ഒരുപോലെ ആഘോഷിച്ച് സ്വന്തം. എന്റെ അമ്മയ്ക്ക് തന്നെ ഒരു പെട്ടെന്ന് ഒരു ഓപ്പറേഷനും സർജറി ആയിട്ട് വന്നപ്പെട്ട് പലയിടത്തും ബ്ലഡിന് ആവശ്യമായി ഓടി നടന്നപ്പോഴും എന്നെ സഹായിച്ചത് ഒരു പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞ ഒരു സഹോദരനെ ഓടി വന്ന് എന്നെ സഹായിച്ചത്. ബ്ലഡ് തന്നു. ആപത്തിൽ വന്ന് കിടക്കുന്ന സമയത്ത് അവൻ ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ എന്നും മലയാളി ചിന്തിക്കാറില്ല. ഇതേപോലെ ഒറ്റപ്പെട്ട കുറെ അധ്യാപിക എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ആ സഹോദരികളെ പോലുള്ള കുറെ ആൾക്കാർ മാത്രമാണ്. ഇതിനെയൊന്നും അധികം ഹൈലൈറ്റ് ചെയ്യാതെ ഇവരുടെ വാർത്തകൾ തന്നെ തുടച്ചു നീക്കി ഇവരെയൊക്കെ ആ അധ്യാപിക എന്നുള്ള സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം പ്രശാന്ത് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്, സുകുമാരനുണ്ട് കണ്ണൂരിൽ നിന്ന്. ഞാൻ ആദ്യം പ്രശാന്തിലേക്ക് വരാം. ശ്രീ പ്രശാന്ത്, അപ്പോൾ പ്രശാന്ത്, ഈ കണ്ണൂരൊക്കെ ഇതൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഞാൻ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നതാണ്. അതങ്ങനെയാണ്. കണ്ണൂർ അങ്ങനെ മതസൗഹാർദ്ദപരമായിട്ട്, കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം അങ്ങനെയാണ്. ഇത് പക്ഷെ ഒന്നല്ല കേട്ടോ, ഒന്നിലധികം അധ്യാപകർ ഇങ്ങനെ പറയുന്നുണ്ട്, ഫോൺ ചെയ്ത് ആളുകൾക്ക് സന്ദേശം അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരൊറ്റപ്പെട്ട ആരോ ഒരാൾക്കൊരു അബദ്ധത്തിലൊരു തെറ്റുപറ്റി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒന്നിലധികം അധ്യാപകർ ഒരേ ട്യൂണിലാണിത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇവർക്ക് നിർദ്ദേശം കൊടുത്ത ഒരാളുണ്ടാകും. മാത്രമല്ല ഇങ്ങനെ ഒരു രഹസ്യ നിർദ്ദേശം പോകുന്നുണ്ട് എന്നൊക്കെ വേണ്ടേ മനസ്സിലാക്കാൻ? അതങ്ങനെയാണ്, അവർക്കൊരു അജണ്ടയുണ്ട്, അതിൽ സംശയമില്ല. അപ്പോൾ ഇതുപോലത്തെ ഈ അധ്യാപകരെല്ലാം ശരിക്കും പിരിച്ചുവിടുക വേണ്ടത്. കാരണം മത സൗഹാർദ്ദപരമായ സംസ്ഥാനമാണ് കേരളം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുകുമാരൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുകുമാരൻ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പ്രശാന്തിന്റെ വീട്ടിന്റെ അടുത്താണോ സുകുമാരൻ? എനിക്കറിയാം.
അല്ല സുകുമാരൻ്റെ വീട് എവിടെയാന്നാ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ചോദിച്ചു. ഞാൻ പെരുന്തട്ടെ സാറേ, കുറെ കാലം വിളിക്കാതെ, സാറിനെ കാണണില്ലല്ലോ. ആ അത് ശരി, കുറേ ആയി വിളിക്കാത്ത അല്ലേ? വിളിക്കലുണ്ട്, ഇന്നലെ വിളിച്ചു കിരൺ സാറിനാ. ഞാനില്ലാത്ത ദിവസമാണ് വിളിക്കുന്നത് അല്ലേ? കിരൺ സാറിനെ ഇന്നലെ വിളിച്ചു. അപ്പം ഞാനുള്ള ദിവസം ഇല്ലാത്ത ദിവസം അല്ല, ഞാൻ ഉള്ള ദിവസം വിളിക്കാത്ത എന്താ? സാറേ കിട്ടണ്ടേ വിളിക്കാൻ, തിരക്കണ്ടേ? ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പ്രത്യേക പിണക്കം ആയതുകൊണ്ടായിരിക്കും. പ്രത്യേക പണക്കൊന്നുമില്ല സാറിന്, ഒരു പണക്കുമില്ല. ശരി, സന്തോഷം. പിന്നെ ഇന്ന് വൈകിട്ട് ടോണിന് മറ്റേ പോലീസ് പെട്രോളിന്റെ അയാളെ തന്നെ ആക്കണം. ശരി, അത് നമ്മുടെ ടോം കുര്യാക്കോസ്, നമ്മുടെ പോലീസ് പെട്രോളിന്റെ ഹീറോ. അത് നിർമ്മിക്കുന്നത് നമ്മുടെ പ്രദീപ് നെടുമാൻ. അവർ രണ്ടുപേരും ഏകോദര സഹോദരങ്ങളെ പോലെ നിർമ്മിക്കുന്ന ഒരു പരിപാടിയാണ്. അതാണ് അതിന്റെ ഒരു വിജയ രഹസ്യം. ആയിക്കോട്ടെ, അയാൾ തന്നെ വരണം സാറേ, ഇന്ന് അയാളെ വരണം. ശരി. അത് പിന്നെ ടീച്ചറെ കാര്യം പറഞ്ഞ ടീച്ചറെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. അതാണ് ഇത് വിഷം. ഒരു മനുഷ്യൻ ഇന്ന് 10-60 വയസ്സേ ജീവിച്ചിരിക്കുന്നു, അതിനിടക്ക് കുട്ടികൾക്ക് വിഷം കൊടുക്കുന്നു, വിഷം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം രഞ്ജിത്ത് എന്നോടൊപ്പം ചേർന്ന് പാലക്കാട് നിന്നാണ്. രഞ്ജിത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. എന്നോട് വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൊല്ലംകോട് എന്നല്ലേ പറഞ്ഞ രഞ്ജിത്തെ? അല്ല സാർ, പറളിയാണെന്നാ പറഞ്ഞു. അപ്പൊ രഞ്ജിത്തെ, ഇവിടെ ഇങ്ങനെ മാറി നിൽക്കണം. ഇപ്പോൾ വേറൊരു അധ്യാപിക പറഞ്ഞത് കുട്ടികൾ പട്ടുപാവാടയൊക്കെ തുന്നാൻ കൊടുത്തിട്ടുണ്ടോ, ഒക്കെ നിർത്തിവെക്കണമെന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു ഉത്സവത്തിൻ്റെ പട്ടുപാവാട ഉടുത്തു വരാൻ വെമ്പുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്കാണ് ഈ സാധനം കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. ഇത് വേറെയാണ്, നിങ്ങളല്ല, ഇത് അപരനാണ്. മാറി നിൽക്കണം, ജാഗ്രത പുലർത്തണം. വേണോ ഇത്? സാറേ, ഇത് അധ്യാപിക എന്ന് പറയാൻ തന്നെ നമുക്കൊരു കുറച്ചിലായി തോന്നും. കാരണം പറഞ്ഞ ഇപ്പൊ നേരത്തെ ഒരു ചേച്ചി വിളിച്ചിരുന്നു കൊല്ലത്തുനിന്ന്, മീനാക്ഷി പറഞ്ഞ ചേച്ചി. ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം നമ്മളിപ്പോ വീട്ടിലായ ഒരു കുട്ടീനെ വഴക്ക് പറയുക, നമ്മൾ പറഞ്ഞത് ശരിയല്ല തോന്നിക്കഴിഞ്ഞാൽ എന്റെ ടീച്ചർ എങ്ങനെയാ പറഞ്ഞെന്ന് പറയും. ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു കുട്ടി സ്കൂളിൽ പോണ സമയത്ത് ഓണം അങ്ങനെയാണ്, മറ്റേ ആഘോഷം വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ഇതാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ഓണത്തിന് വിശേഷിക്കുന്ന പറഞ്ഞാൽ കാണാൻ പറ്റിയ ഓണം പറയുമ്പോൾ അടുത്ത വീട്ടിലൊരു ക്രിസ്തു ആണെങ്കിലും മുസ്ലിംകാരാണെങ്കിലും നമ്മൾ അവരെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അതുപോലെ തിരിച്ച് അവരും അവന്റെയും പെരുന്നാളായാലും ശരി ക്രിസ്മസ് ആയാലും ശരി നമ്മൾ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു ഉത്സവങ്ങളാണ് പല കാര്യങ്ങളും. അതിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു കേരളത്തിന്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് നല്ലൊരു ആഘോഷമാണ്. കാരണം കോളേജുകളായും ശരി സ്കൂളുകളായും ശരി നമ്മളെ വല്ല സ്ഥാപനങ്ങളിലായും ശരി അവര് ചെറിയ രീതിയിൽ കാശ് കളക്ട് ചെയ്ത് അവർ ഓണാഘോഷ പരിപാടികളും പൂക്കൾ മത്സരം വിവിധ പരിപാടികള് ഓണം സദ്യകള് അത് പറഞ്ഞ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഓണം കാണുന്നത്. ഇങ്ങനെ ഒരു ഓണത്തിലേക്ക് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അധ്യാപക പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അധ്യാപക എന്ന് പറയാൻ പറ്റില്ല. അതാണ് സാർ എന്റെ ഒരു അഭിപ്രായം. വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് അടുത്ത് ചേരുന്നത് ബിനോയാണ് കൊല്ലത്തുനിന്ന്. ബിനോയ്, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമുക്ക് സംസാരിക്കാൻ അധികം സമയം കിട്ടിയില്ല, കാരണം ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടും അതൊരു വലിയ വിവാദ വിഷയമായതുകൊണ്ടും. അറിയാം, കുഴപ്പമില്ല. കാരണം സാമൂഹിക വിഷയങ്ങളാവുമ്പോൾ ഒരുപാട് പേര് പ്രതികരിക്കുമല്ലോ, അത് സ്വാഭാവികമാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു വിഷയം ഞാൻ എടുക്കാന്ന് വിചാരിച്ചത്, ഈ നമ്മൾ പറയില്ല ഇത് ഓർമ്മയുടെ ഒരു ഓണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ മനസ്സിലെന്നും സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഓർമ്മയ്ക്ക് പേരാണിതോണം എന്ന് പാടിയ കവിയുടെ നാടാണ് അല്ലേ? തന്നെ 100%. അപ്പോൾ ടീച്ചർമാരെന്ന് അധ്യാപകയെന്ന് എല്ലാവരും പറഞ്ഞാൽ അത് പറയുന്നതിന് തന്നെ നമുക്ക് ഒരു നാണക്കേടാവുന്നു, അധ്യാപകരെന്ന് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ. കാരണം നമ്മളുടെ നാട്ടിലെ കുട്ടികളെ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഏത് മതമോ ഏത് ജാതിയോ ആയിക്കോട്ടെ, ഓണം എന്ന് പറഞ്ഞാൽ കേരളീയന്റെ ഒരു ഉത്സവമാണ്. നമ്മളെല്ലാവരോടും സംസാരിക്കുന്ന ഓണത്തിന് നമുക്ക് കാണാം, അവിടെ ജാതിയോ മതമോ ഇല്ല. അവിടെ മുഹമ്മദ് എന്നോ മോഹനനെന്നോ ആന്റണി എന്നോ ഒന്നുമില്ല. നമ്മൾ ഓണം നമ്മളുടെ ഉത്സവമാണ്. നമ്മൾ തന്നെ എപ്പോഴും പറയാറുണ്ട്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്ന വെള്ളത്തോളിന്റെ ആ കവിവാക്യം. സത്യത്തിൽ അതിനൊക്കെ എന്ത് അർത്ഥങ്ങളാണുള്ളത്. പക്ഷെ ഇപ്പോഴുള്ള ടീച്ചർമാർ എനിക്ക് തോന്നുന്നത് ബുക്കിൽ മാത്രം പഠിച്ച് അല്ലെങ്കിൽ അവരേതെങ്കിലും മത പഠന സ്ഥലത്ത് മാത്രം പഠിച്ച് സ്കൂളിലോട്ട് വന്നിട്ട് അവർ ഏത് മതമാണോ ആ മതത്തിലുള്ള ആഘോഷങ്ങൾ മാത്രം നടത്തുവാൻ വേണ്ടി ഇരിക്കുന്നു. പക്ഷെ അതൊരു ശരിയല്ല. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ഹൈന്ദവനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും ഏതൊക്കെ മതവും ജാതിയും അല്ല, അവിടെ എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാ ഉത്സവങ്ങളും ഒരുപോലെയാണെന്ന് പഠിപ്പിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട്. പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ടാണ്. ഏതായാലും മാമ്പൂ മടക്കും നനുത്ത ബാല്യം എന്ന് കവി പാടിയ
കൊച്ചൂട് വഴികളിൽ പൂക്കൾക്ക് വളയിട്ട് കൊച്ചു കൈത്താളം പിടിക്കുന്ന കൂട്ടുകാരെ കണ്ട് ഊഞ്ഞാലിൽ ആടി മാവില കടിച്ചുകൊണ്ട് ഒന്നാമനായ നാൾ ഉച്ചയ്ക്ക് സദ്യ കൊണ്ടൊരു ഓണം ആഘോഷിച്ചതിൻ്റെ വലിയ ഓർമ്മകൾ പങ്കിടുന്ന കവികളുള്ളൊരു നാട്ടിലാണ് ഓണം നമ്മുടേതല്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. ശ്രീ പ്രദീപ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. പ്രദീപ്, ഇടുക്കിയിലൊക്കെ ഇങ്ങനെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, അതോ ഇത് ഒരു വ്യക്തിയുടെ മാത്രം ചിന്തയാണോ? ഇടുക്കിയിലെത്ര നമ്മുടെ ഈ ഞാനൊരു 10-15 വർഷം മലപ്പുറം സൈഡിലായിരുന്നു. അപ്പൊ ഈ ശബരിമല സീസണിൽ നമ്മൾ ഈ അരവണ ഇടുന്നുണ്ട്, അരവണ. അപ്പൊ ഇത് പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും മുസ്ലിംസ് ആണ്. അവര് വന്നു കഴിഞ്ഞാൽ 10-12 പേര് വന്നിട്ട് ഒറ്റ എണ്ണം കഴിക്കാതെ നമ്മൾ പറഞ്ഞ അരവണ അയ്യോ വേണ്ട നമുക്ക് ഹറാമാ തോന്നി. അതിൽ ഒരാൾ പിടിച്ചു നമുക്ക് വിഷയമല്ല ഇടവഞ്ഞ മേടിച്ച് കഴിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവര് അത് പറഞ്ഞിട്ടില്ല, അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അതുപോലെ എന്റെ വീടിന്റെ അടുത്തൊരു ടീച്ചർ വീട് പണിയാൻ വന്നിട്ടുണ്ടായിരുന്നു. അവര് നമ്മുടെ അടുത്തൊരു വീട്ടിൽ നിന്നാണ് ചായയൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വീട് പണി കഴിഞ്ഞപ്പോ അവര് ആ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ഈ പായസം കൊണ്ട് കൊടുത്തു. അയ്യോ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അന്യ മതക്കാരുടെ അടുത്ത് അങ്ങനെയുള്ള സാധനം മേടിച്ച് കഴിക്കരുത്. പിന്നെ അവരുടെ അത് അവരെ ഈ പറഞ്ഞേക്കണ പറഞ്ഞേക്കണം, നമുക്ക് വല്ലതും പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം ഒന്നല്ല രണ്ടല്ല മലപ്പുറത്ത് വളരെ കൂടുതല, 90% മലപ്പുറത്ത്. ഇവിടെ അത്ര പ്രശ്നമില്ല. മലപ്പുറത്ത് അവര് കഴിക്കും, അവര് പറയും നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ആറാമാന്ന് പറയും. ഒരു 90% ആൾക്കാർ നമുക്ക് അനുഭവം. ഞാൻ 15 വർഷം മലപ്പുറത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും പക്ഷെ ഞാൻ ദീർഘനേരം മലപ്പുറത്തിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഭാര്യയുടെ വീടൊക്കെ അവിടെയാണ്. പക്ഷെ അങ്ങനെ ഒരാളെ എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ ആ കുറ്റിപ്പുറത്താണ് എൻ്റെ, അല്ലെങ്കിൽ തവനൂരാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന സ്ഥലം. പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ല. അവിടെ എല്ലാവരും 2005 വരെ മലപ്പുറത്തായിരുന്നു കംപ്ലീറ്റ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമതി ജയ എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. ശ്രീമതി ജയ, ഈ അധ്യാപികയ്ക്കെതിരെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ടീച്ചറുടെ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇല്ലാതെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരേ ട്യൂണിൽ 2 അധ്യാപികമാർ സന്ദേശം അയക്കുന്നത് സ്കൂളിൻ്റെ നിർദ്ദേശം ഇല്ലാതെ ആയിരിക്കുമോ? ഇത് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണോ, അതോ ഇതിനപ്പുറത്തേക്ക് ഈ ഐക്യം വേണം എന്ന നിലപാട് ഈ സ്കൂളിനുണ്ടാകുമോ? നമസ്കാരം മനു. നമസ്കാരം. മനു, ഓണം നമ്മുടെ ഹിന്ദുക്കളുടെ മാത്രം ആചാരമല്ല. ഞാൻ ഗൾഫിലായിരുന്നപ്പോ അവിടെയുള്ള എല്ലാ മലയാളികളും നമ്മള് ഓഫീസില് ഓരോ തരം കറി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ ഓണം സദ്യ ഒരുക്കുമായിരുന്നു, വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന്. ഇപ്പൊ ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്, ക്രിസ്ത്യൻസ് ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൊതുവായ ഒരു ആഘോഷമാണ് കൊല്ലത്തു നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും. മലയാളി ഉള്ളിടത്തെല്ലാം വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ നമ്മൾ ഒന്നാണ് എന്ന് ആഘോഷിക്കുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു ദിനമാണ് ഓണം, അല്ലേ? അന്നേരം അത് ഇങ്ങനെ പറഞ്ഞ 2 ടീച്ചർമാരുണ്ടെങ്കിൽ അവർ ടീച്ചർമാരല്ല. അവർക്കത് പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് അതിൻ്റെതായ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അവർക്കങ്ങനെ അവരുടെ സ്കൂളിന്റെ എന്തെങ്കിലും അജണ്ട ആണെങ്കിൽ അത് അങ്ങനെ പാലിക്കാൻ പാടില്ല, അവര് ടീച്ചർമാരാണെങ്കിൽ. പിന്നെ മനു, എനിക്കൊരു വിഷമമുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ നേരെയുള്ള അനിയൻ ഇന്നലെ മരിച്ചുപോയി. പിന്നെ ഞാൻ ഇന്നലെ ആയിരുന്നു അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം 10-15 ദിവസമായിട്ട് ഇവിടെ ICUല് ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുറച്ചധികം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പിന്നെ നമ്മുടെ ESI ഹോസ്പിറ്റലായിരുന്നു. അവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് അവിടെ അങ്ങനെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. തന്നെയല്ല അദ്ദേഹം പിന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഇവിടുന്ന് പോയി അദ്ദേഹം ചേട്ടൻ കാണാൻ പറ്റിയില്ല. അതിന്റെ ഒരു സങ്കടവും കൂടെ ഉണ്ട് മനു. അത് ഞാൻ മനുവായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അത് ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഏതായാലും വലിയ വിഷമമുള്ള ഒരു കാര്യമായി പോയി. ഒരക്ഷരം മിണ്ടാതെ വല്ലാതെ നല്ല ഒരു സ്മാർട്ടായിട്ട് നല്ല ആക്റ്റീവായിട്ടിരുന്ന ആളാണ് ഹസ്ബൻഡേ. ഇപ്പം പുള്ളിക്കത് ഭയങ്കര, പുള്ളിയാണ് ഏറ്റവും മേളിലത്തെ ആള്. അദ്ദേഹത്തിന് വളരെ ആക്റ്റീവായ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ വിട്ടു പിരിയുമ്പോഴുണ്ടാകുന്ന ആ വേദന വളരെ വലുതാണ്, അല്ലേ? സോറി കേട്ടോ, ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അതെ, അത് വളരെയധികം എന്നെയും സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് പൊതുവേദിയിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചേച്ചി പിന്നെ ഞങ്ങളുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയുമാണ്. ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ. അപ്പോൾ ശ്രീമതി ലത കൂടി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തുനിന്നാണ്. ശ്രീമതി ലത, കേൾക്കാമോ?
ശ്രീമതി ലത കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം കുണ്ട്ര. കുണ്ട്ര. കുണ്ട്ര വളരെ പ്രശസ്തമായ സ്ഥലമാണ്. നമ്മുടെ ചരിത്രത്തിലും വളരെ പ്രസക്തമായ സ്ഥലമാണ്. ഞാൻ ആ വഴിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മനുഷ്യരൊക്കെ ഉള്ള ഇടമാണ്. അവിടെയൊക്കെ ഈ ആളുകൾ ഇത്തരം തർക്കങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ഈ ഓണം എങ്ങനെയാണ് അവിടെ കൂട്ടായി ആണോ ആഘോഷിക്കുന്നത്, അതോ ഹിന്ദുക്കൾ മാത്രമാണോ കുണ്ട്രയിലൊക്കെ ആഘോഷിക്കുന്നത്? അല്ല, നമ്മൾ മുസ്ലിങ്ങള് ക്രിസ്ത്യൻസ് എല്ലാവരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും ഈ ഓണം എന്ന് പറഞ്ഞാൽ അതൊരു കേരളീയരുടെ ഒരു കണ്ടിട്ടില്ലാത്തൊരു വിശേഷമാണ്. അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നെന്ന് പറഞ്ഞാൽ അതൊരു ശരിയുള്ള കാര്യമല്ല. മലയാളി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയായാലും ഒരു ടീച്ചറായാലും അവർക്ക് ഈ ഓണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അവർ മലയാളിയെ അല്ല, അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരും അല്ല ഈ കേരളത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ വേർതിരിച്ച് പറയുന്നത്. എന്തുവാ ഓണം എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഓണത്തിന്റെ ഒരു വിശേഷം. ഒരു കൊച്ചു കുഞ്ഞുങ്ങളായാലും ഓണം വന്ന് നമ്മൾ വളർന്നതും അങ്ങനല്ലോ. നമ്മൾ പൂക്കളെയും ഊഞ്ഞാലിനെയും ചക്കക്കൂട്ടാനെയും ചക്കയെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല ദിവസം അല്ലേ? അത് മാത്രമല്ല, നമ്മളൊരു പൂ വെച്ചുകൊണ്ട് അത്തക്കളവിടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അതെണ്ണക്ക് ഇലയിട്ട് വീട്ടുകാരെല്ലാരുമായിട്ട് ഇരുന്ന് ഉണ്ണാൻ, അതൊരു ഭയങ്കര സന്തോഷമല്ലേ? അന്ന് മേടിക്കുന്ന ഡ്രസ് ഇടാൻ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനെ ഓണത്തിന് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. എല്ലാ സമുദായക്കാരും ഒന്നിച്ചു കൊള്ളുന്നവരോ ആണ് ഓണം. അത് ഹിന്ദുക്കൾക്ക് നമ്മുടെ കവി പറഞ്ഞതുപോലെ അച്ഛനുടുപ്പിച്ച കൊച്ചു മഞ്ഞക്കോടി ചുറ്റി കളിത്തട്ടിൽ ഉലഞ്ഞ കാലം, അത് ഓണത്തിന്റെ കാലമാണ്. അതിനെ ഞാൻ വേർതിരിച്ച് കാണുന്നത് നമ്മളെ ഈ കേരള സമൂഹത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വ്യക്തമാണ്. ശ്രീമതി ലതയാണ് കൊല്ലത്ത് നിന്ന് കുണ്ട്രയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയത്. ജിനീഷ്. ഹലോ. ജിനീഷ്. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. രതീഷ് ഞാൻ വിളിക്കാറുള്ളതല്ലേ സാർ? മനസ്സിലായി, എനിക്ക് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി തെറ്റിയെന്ന്. അതെനിക്കറിയാം. അപ്പൊ അങ്ങ് സ്ഥിരം വിളിക്കുന്ന ആളാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല സംസാരിക്കുന്നത്. ടിവിയുടെ അവിടെ എന്താ ഈ റേഞ്ചിന് കുഴപ്പമുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, ഞാൻ ടിവിയുടെ അവിടുന്ന് മനസ്സിലായി. ടിവിയിൽ അപ്പൊ ഞാൻ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർ ഈ ഒരു വിഷയം മാത്രമല്ല. കാരണം ഈ ഇതേപോലെയുള്ള മുസ്ലിം ടീച്ചർമാർ പഠിപ്പിക്കുന്നവർക്ക് ഇത്രയും 2 ടീച്ചേഴ്സുമാർ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഈ ടീച്ചർമാർ ഇത്രയും നാളെ എങ്ങനെയായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ചോറ് കൊടുക്കണോടത്ത് മൊക്കം മതം നോക്കണം. ഇവർക്ക് മാത്രമാണ് ഇവരുടെ മനസ്സില്. ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു ശിഷ്യബന്ധം ഒക്കെ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇപ്പൊ. എന്നാലും കുട്ടികളെയൊക്കെ ഒരേപോലെ പേര് ഇപ്പോഴും മാറ്റി കാണിച്ചിട്ടില്ല. കൊച്ചു വന്നിട്ട് പറഞ്ഞു പേര് മാറ്റിയിട്ടില്ല. അപ്പേന്ന് ഹലോ കേൾക്കുന്നു. പേര് മാറ്റിയിട്ടില്ല. പേര് രതീഷ്. അവര് അത് തെറ്റിയാണ് കൊടുക്കുന്നത്. ഞാൻ അത് മനസ്സിലായി, എനിക്ക് ആളെ മനസ്സിലായി. ഏതായാലും അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇത് എന്റെ കുട്ടി, ഇത് മറ്റേ ഹിന്ദു കുട്ടി, ഇത് ക്രിസ്ത്യൻ കുട്ടി എന്നും പറഞ്ഞാണ് ഇവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്കുണ്ടെന്ന് നോക്കുക. ഇവരുടെ മനസ്സിൽ എത്രത്തോളം മതമുണ്ട്? വലിയ ചോദ്യമാണ്. ഇങ്ങനെ കുട്ടികളെ വേർതിരിച്ച് കാണാൻ കഴിയുന്നവരാണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാറേ. കാരണം ഓണം ആചാരവും ആഘോഷവും രണ്ടാണ്. ആചാരങ്ങൾ ഒരു സ്കൂളുകളിലോ അതല്ലെങ്കിൽ വേറെ പൊതുവിടങ്ങളിലോ ഒന്നും ആചാരങ്ങൾ ഉണ്ടാവാറില്ല. എല്ലായിടത്തും ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓണാഘോഷം കേരളത്തിൽ മൊത്തം ഉള്ളതാണ്. അത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഓരോ ഇതിനും ഒരു ആചാരമുണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ അവിടെ പള്ളിയിൽ ചെന്ന് മാമോദീസ അല്ലെങ്കിൽ അപ്പം കഴിക്കുക, അതൊക്കെ ഒരു. പക്ഷെ പുറത്തിറങ്ങി കേക്ക് എല്ലാവരും കഴിക്കുന്നു, ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അതേപോലെ ഒരു പെരുന്നാളാണെങ്കിൽ അവിടെ പള്ളിയിൽ പോയി നിസ്കാരം ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളായിരിക്കും ചെയ്യുക. പക്ഷെ അതിന്റെ ആഘോഷം, അതിന്റെ ബിരിയാണി കഴിക്കല് എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഇനിയിപ്പോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സാറും കാര്യങ്ങൾ പറഞ്ഞല്ലോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ആ പേര് തെറ്റിയതിൽ ക്ഷമിക്കണം. അപ്പൊ താങ്കൾ ഞങ്ങളുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അതുകൊണ്ട് പേരിൽ വാട്ട് ഈസ് ദെയർ ഇൻ എ നെയിം എന്ന് വില്യം ഷേക്സ്പിയർ ചോദിച്ച മാതിരി നല്ല ഓണം പരിമളമുള്ള ഒരു റോസാപ്പൂവിന് എന്ത് പേരിട്ട് വിളിച്ചാൽ എന്ത്. അപ്പം നല്ല ആശയങ്ങളുള്ള അങ്ങേക്ക് എന്ത് പേരും നല്ല പേര് തന്നെ. ഓക്കെ, ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ. ഇപ്പോഴത്തെ കാലത്ത് ഈ ഫോണിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞാലൊക്കെ ഇത് ജനം മുഴുവൻ അറിയില്ലേ? അത് അവർക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെയൊക്കെ അയച്ച പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നുള്ളത്?
ഇന്നത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ അതുകൊണ്ടല്ല, അത് ഈ അവരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വിഷങ്ങൾ ഇട്ടാൽ ആ മതവിഭാഗത്തിലുള്ള ആളുകളുടെ പിന്തുണ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ആ മതവിഭാഗത്തിൻ്റെ പിന്തുണ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പോയതും ഇതിനെതിരെ ആ വിഭാഗത്തിൽ തന്നെയുള്ള ആളുകൾ പരാതിയുമായി വരികയും ചെയ്യുന്നത്. അതൊരിക്കലും ഇല്ല. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കള് മാത്രം പോലെയായിരുന്നു ഓണാഘോഷം. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ എല്ലാ മതങ്ങളും ഒരുമിച്ചാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. എനിക്കൊരു ചെറിയ ഇടവേളയുടെ അനിവാര്യതയുണ്ട്. അപ്പം ഞാനേ പെട്ടെന്ന് മടങ്ങി വരാം. നമ്മുടെ യൂട്യൂബിലുള്ള പ്രേക്ഷകരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യം. ഷോർട്ട് ബ്രേക്ക്. പൊതുവെ തുടരുകയാണ്. അപ്പോൾ നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു ഓണാഘോഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടത്. അപ്പോൾ എനിക്ക് അതിനിടയിൽ ഒരു ചെറിയ ഇതിന് പുറത്തുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് നമ്മുടെ പൊതുവേദിയിലേക്ക് ഒരു സുഹൃത്ത് ഖാലിദ് പെരിങ്ങത്തൂർ അയച്ചു തന്നാണ്. അത് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു റിസർവേഷൻ വേണം എന്ന ഒരു ആവശ്യവുമായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ വാക്കുകൾ കൂടി ഈ പൊതുവേദിയിൽ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നുകൊണ്ട്. ഓക്കെ, അതൊന്ന് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങൾ സർക്കാരും മറ്റുള്ള മേഖലകളിലും അനുവദിച്ച് കിട്ടുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ രാജ്യസഭ, ലോകസഭ എന്നീ സ്ഥാനങ്ങളിലും അവർക്ക് പ്രത്യേക റിസർവേഷൻ, അതായത് സീറ്റ് റിസർവേഷൻ അനുവദിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും അതുപോലെ ചീഫ് സെക്രട്ടറിമാർ, അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തുടങ്ങിയ എല്ലാവർക്കും ഞാൻ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ അവർക്ക് സമൂഹത്തിലുള്ള അംഗീകാരം, പ്രത്യേകിച്ച് ഭരണ കേന്ദ്രങ്ങളിൽ നമ്മുടെ ഭിന്നശേഷിക്കാർ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെ ജനങ്ങളോടുള്ള സമൂഹത്തിന് അവരുള്ള കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തെത്തിയാൽ തീർച്ചയായും അവർക്ക് ഒരു രാഷ്ട്രീയ നേതൃനിരയിൽ തന്നെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോൾ ഖാലിദ് എന്നൊരു പൊതുപ്രവർത്തകൻ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആവശ്യം, അതായത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനായി അവർക്ക് ഒരു സംവരണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാം എന്ന് കരുതി ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു എന്ന് മാത്രം. ഒപ്പം എന്നോടൊപ്പം കൃഷ്ണൻകുട്ടി യൂട്യൂബിൽ ചേരുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ലോകത്ത് ഒരേ ഒരു ഉത്സവത്തിൻ്റെ അവകാശികളാണ് നമ്മൾ മലയാളികളെന്ന് അദ്ദേഹം പറയുന്നു. സാമൂഹ്യ ബോധത്തിന് എതിരെ നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി നമ്മളോട് പറയുന്നത്. ഷാജി ഭാസ്കരൻ പറയുന്നത് ക്രിസ്മസും പുതുവർഷവും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ കോളേജിൻ്റെ സഹോദരി മനോഭാവമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരേ ഇതിൽ പോകുന്ന പാർട്ടികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒന്നാം ഓണത്തിന് എൻ്റെ വീട്ടിൽ മുസ്ലിം ഫാമിലിക്ക് സദ്യ എല്ലാ കൊല്ലവും നടത്താറുണ്ട്, അവരും തിരിച്ച് ചെയ്യാറുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഓണത്തിന് ഹൈന്ദവരുടെ വീടുകളിൽ മറ്റ് മതസ്ഥരെത്തുന്നു, അവരെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, പെരുന്നാളിന് അങ്ങോട്ട് പോകുന്നു, ക്രിസ്മസിന് അങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണ്. അതൊക്കെ ഉണ്ട്. അപ്പോൾ അവലും മലരും പോലെ ഇതിൻ്റെയും പുറകിൽ ആളുണ്ട് എന്ന് പറയുകയാണ് എന്നോട് സുനിൽകുമാർ. ഓക്കെ, മോഹൻ എസ് പറയുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് അറിയാതെ ഇത് നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് അഫ്സൽ പറയുന്നു ഇത് ന്യായീകരണമായിട്ടാണ് മുഹമ്മദ് അഫ്സൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബായ് ആരോടും ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞില്ല, ഓണം സ്റ്റോറിയായ വിശ്വാസം ഇല്ലാത്ത ആളുകൾ പങ്കെടുക്കേണ്ട എന്നാണ് പറഞ്ഞതെന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് എത്ര വലിയ വിദ്വേഷമാണ് കുത്തിവെച്ചതെന്ന് മറ്റൊരു ഓഡിയോ കൂടി എൻ്റെ കയ്യിലുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. നമുക്ക് ആ ഓഡിയോ കൂടി ഒന്ന് കേൾക്കാം. മുഹമ്മദ് അഫ്സൽ, ഇതൊക്കെയാണോ അങ്ങ് ഇതിനെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഇതാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്നൊന്ന് കേൾക്കാം നമുക്ക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡിയേഴ്സ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വോയിസിൽ വന്നിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ്, നമ്മുടെ സ്കൂളിൽ എല്ലാ മതത്തിൽപ്പെട്ട മക്കളും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സെലിബ്രേഷൻസും നടത്തി വരാറുണ്ട്. ആയതുകൊണ്ട് ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുർആനിക് പ്രീ സ്കൂളിൽ കുഞ്ഞു മക്കളാണ്. കുഞ്ഞിളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബിയാൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അവർ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറിൽ അവരുടെ പഠനം ചെറുതിലേ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം, ഓണം എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അതിൽ കൂടിയത് കൊണ്ടുള്ള അതിൻ്റെ ഗൗരവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ, പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഇൻഷാ അള്ളാഹ്. യെസ്, അതാണ് മുഹമ്മദ് അഫ്സലിൻ്റെ ന്യായീകരണത്തിൻ്റെ മറുപടി ആ ശബ്ദരേഖയിലുണ്ട് കേട്ടോ. ഈ ആഘോഷത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ആചാരത്തിൻ്റെ അല്ല. ഈ സെലിബ്രേഷൻ സ്കൂളിൽ ഒരു ആചാരവും നടക്കാറില്ല. അവിടെ കുട്ടികൾ ഒരുമിച്ച് പട്ടുപാവാട ഉടുത്തു വരും, പുത്തൻ വസ്ത്രങ്ങൾ ഉടുത്തു വരും, പൂക്കളമിടും, ഒരുപക്ഷെ ഒരു സദ്യ കഴിക്കും. അത് ഒരു ആചാരമേ അല്ല. അതിനപ്പുറത്ത് ഈ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്. ഒരു അധ്യാപിക പറയുകയാണ്, ഈ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്, ഇതൊരു ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നാടാണോ കേരളം എന്നാണ് എനിക്കറിയേണ്ടത്. ശ്രീ ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഏതായാലും പരസ്യമായി ന്യായീകരിക്കാൻ വന്നിട്ടില്ല. യൂട്യൂബിലാണ് എനിക്ക് മുഹമ്മദ് അഫ്സൽ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റോറി വിശ്വസിക്കേണ്ട എന്നാണ്. കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം ആ പട്ടുപാവാട ഉടുത്തു വന്ന് അവിടെ പുതു വസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന് അവിടെ ഇരുന്ന് പൂക്കളമിട്ട് സദ്യ കഴിച്ചാൽ അവരെന്തോ വലിയ അന്ധവിശ്വാസത്തിലേക്ക് പോകും എന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ ബാലകൃഷ്ണൻ വടകര? മനോജ് നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ ടീച്ചർ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് താങ്കളൊന്ന് പരിശോധിക്കണം. കാരണം ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹൈന്ദവരുടെ ഒരു പിന്തുണ പിടിച്ചു വെച്ചാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പ്രതിഷേധവുമായി രംഗത്ത് വന്ന് ഇടതുപക്ഷമല്ലേ ഇതിനെതിരെ പരാതി കൊടുത്തു. അതാണ് ഡിവൈഎഫ്ഐയുടെ കടവല്ലൂർ വെസ്റ്റ് മേഖല സെക്രട്ടറി ഹസൻ അല്ലേ പരാതി കൊടുത്തത്? അത് സെക്കൻഡ് ചെയ്യുന്നത് അവരാണ് സർ. പ്രതിഷേധമായി രംഗത്ത് വരുന്നത് ഹിന്ദു ആചാരം മാത്രമോ ചോദിക്കുമ്പോ. അപ്പൊ അതിലൊരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് ഉണ്ടോ എന്നുള്ളതും ഈ പറഞ്ഞ ടീച്ചർ ഏത് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നു എന്നത് അന്വേഷിക്കേണ്ട അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇതിലും ശ്രീ ബാലകൃഷ്ണൻ വടകര നിഗൂഢതകൾ കണ്ടെത്തുകയാണ്. നിഗൂഢതയല്ല, ഒരിക്കലും ഇത് തന്ത്രമാണ് സർ. ഇതൊക്കെ രാഷ്ട്രീയ ഗിമ്മിക്കാണ്. പ്രത്യേകിച്ച് ഓണം പോലത്തെ ഒരു സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ ചെയ്യുന്ന ഒരു സമരം വളരെ ശ്രദ്ധിക്കപ്പെടും. ഓക്കെ, എന്നോട് ഇപ്പൊ ചേരുന്നത് മനസ്സിലായി. ഓക്കെ, ഗൗതം കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഗൗതം. ഹലോ. ശ്രീ ഗൗതം, ഈ കാസർഗോഡ് എല്ലാ മതവിഭാഗത്തിലെ ആളുകളുണ്ട്. സപ്തഭാഷയുടെ സംഗമ ഭൂമിയാണ്. അവിടെ ഒരുപാട് ഭാഷകൾ, അല്ലെങ്കിൽ 7 സപ്തഭാഷകളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയൊക്കെ ഒരു വലിയ കേന്ദ്രമാണ്. അവിടെയൊക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇങ്ങനെയാണോ കാണുന്നത്? ഓണത്തിനൊരു ഓണം എന്ന് വെച്ചാൽ ഈ നല്ലൊരു സൗഹൃദമായ ഒരു ഇതാണ്. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഇതല്ലേ ഇങ്ങനത്തെ എല്ലാം കാണിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ കൂട്ടായ ഒരു ആലോചനകൾ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നുണ്ട് വെള്ളരിക്കുണ്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ തൃക്കരിപ്പൂരിലെയും വെള്ളരിക്കുണ്ടിലെയും 2 സന്തോഷമാരാണ് നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരമായി പ്രതികരിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളരിക്കുണ്ടിലെ സന്തോഷമാണ് എത്തിയിരിക്കുന്നത് അല്ലേ? സന്തോഷ്,
ചെറുവത്തൂരിലെ നമസ്കാരം സന്തോഷം. സാറേ. നമസ്കാരം. നമ്മുടെ ചെറുവത്തൂരിലെ സന്തോഷിനെ ഇന്ന് കണ്ടില്ല. അപ്പോൾ ഏതായാലും വെള്ളരിക്കുണ്ടിലെ സന്തോഷമുണ്ട്. അപ്പോൾ ഏത് സന്തോഷം വന്നാലും സന്തോഷം തന്നെ. അതെ, ഞങ്ങളുടെ ഈ കാസർഗോഡ് ഭാഷയിൽ ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടില് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് പിന്നെ ഓണം നല്ല പാങ്ങില് ആഘോഷിക്കും. ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഞാൻ നല്ല പാങ്ങിൽ ആഘോഷിക്കും. ഇന്നും ഞങ്ങളുടെ നാട്ടില് ജാതിയോ മതമോ ഒന്നുമില്ല. ഏത് ആഘോഷം വന്നാലും ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ അധ്യാപകർക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ദീപു എന്നോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദീപു. മനു, കഴിഞ്ഞ 4 ദിവസം ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അത് 4 ദിവസം ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞില്ലേ. നമുക്ക് ദീപു ഏതായാലും എന്നും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ദീപുവിന് പല കാര്യങ്ങളിൽ അഭിപ്രായമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ദിവസം വിശാലമായി സംസാരിക്കലേ. കാരണം എന്തെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ആളുകൾ ഭയങ്കരമായി ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കയറും. അപ്പോൾ ആ ദിവസങ്ങളെ നമുക്ക് കുറച്ച് സമയം അവർക്ക് കൊടുക്കാം. വിമൻസിന് വേണ്ടിയുള്ള റിസർവേഷൻ വെച്ചിരുന്നു, അപ്പൊ അതിനകത്ത് വിളിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വിഷയം രാഹുലിനെ കുറിച്ച് ആയതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നെ പോലെ ഒരാൾക്ക് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വിഷമം പറഞ്ഞാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനു, നമ്മുടെ നാട്ടില് ഇതുപോലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞു നടന്ന പള്ളിയിൽ അച്ഛന്മാരുണ്ട്. നമ്മുടെ ആദ്യത്തെ ഗഗന സഞ്ചാരി ആരാണെന്ന് ചോദിച്ചപ്പം നീലാം സ്ട്രോങ്ങിന്റെ കുട്ടികൾ പറയുമ്പോൾ തിരുത്തി ഹനുമാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. ഈ സ്കൂളില് ഈ അധ്യാപക ഓണത്തിനെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയുന്ന ജനങ്ങളുണ്ട്. അത് വളരെ ന്യൂനപക്ഷമാണ്. ഇന്ന് നമ്മള് ഇവരെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അതിനെ എതിർത്തുകൊണ്ടാണ്, അല്ലെ? അപ്പൊ കേരളം ഉണർന്നിരിക്കുകയാണ്. ഇതുപോലെയുള്ള എന്താ പറയണ്ട, ഈ മനുഷ്യത്വ വിരുദ്ധമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ലോജിക് ഇല്ലാതെ സംസാരിക്കുന്നവരുടെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവരാണ് അധികവും. അതിനകത്താണ് നമ്മൾ ആഹ്ലാദം കണ്ടത്. അതല്ലാതെ കേരളത്തിന് എന്ത് പറ്റി, കേരളം അങ്ങോട്ടാണ് പോകുന്നത്? കേരളം എങ്ങോട്ടും പോകുന്നില്ല. കേരളം ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മനുവിന്റെ ചാനലും ഇന്ന് ഈ വിഷയം എടുക്കുകയും ഞാനും ഞങ്ങളെ പോലുള്ള ആൾക്കാരും ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്നത് ഇത് നമ്മുടെ ആ ഗൗരവതരം കണ്ടെത്തുന്ന മനുഷ്യർ ഈ നാട്ടിലേറെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല മനു, ഈ ഒരു സ്കൂളില് ഈ അധ്യാപികയാണ്, ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യമല്ല. അതിനെ നമുക്ക് മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടതില്ല. പക്ഷെ ഒരു അധ്യാപിക ഇത് പറയുമ്പം ഈ കുറ്റത്തിന്റെ കാഠിന്യം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ഒരിക്കലും സസ്പെൻഷൻ മാത്രമല്ല, ആ സ്കൂളിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഇനി ഒരു എവിടെയെങ്കിലും വിദ്യാർത്ഥികളുമോ കുട്ടികളുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യത്തിലും ഏർപ്പെടാൻ പറ്റാത്ത വിധം വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ആ മാനേജ്മെന്റോ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്റെ വൈഫ് ഒരു അധ്യാപികയാണ്, UP സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. അവിടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ വന്നിട്ട് ഈ എന്റെ വൈഫിനോട് ചേർന്ന് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇവരെ പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് കിട്ടുന്നതിലും ഈ അധ്യാപകരോടാണ് കൂടുതൽ അവര് ഇടപെട്ടിരിക്കുന്നത്. അവരെ കെട്ടിപ്പിടിക്കുകയും ഈ സാരി ഏതാണ്, ടീച്ചറുടെ ഈ വാച്ച് കൊള്ളാം, ഇതൊക്കെ അവിടെ നിൽക്കുന്ന കുഞ്ഞു വർത്തമാനങ്ങൾ പറയുന്ന വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന കുട്ടികൾ. ആ കുട്ടികളെ വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ ആ കുട്ടികളിൽ പിന്നെ ഈ ഡിവിഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ജനങ്ങൾ ഒന്നടങ്കം, സർക്കാരാണെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി പ്രൈവറ്റ് സ്കൂളാണ് തീരുമാനങ്ങളുടെ ഒരു രീതിയുണ്ട്. ഇപ്പൊ ഓണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കൂ, ഓണത്തിന്റെ നമ്മളൊരു ഐതിഹ്യം പറയുന്നത് സകലരെയും ഒരേപോലെ കാണുന്ന ഒരു അസുര രാജാവായ മാവേലിക്ക് എതിരെ ആ ദേവേന്ദ്രന് തോന്നുന്ന ഒരു അസൂയയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ചവിട്ടിത്താക്കാനായിട്ട് വരുന്നത്. അവിടെ നമ്മളെ ആരാധിക്കുകയും നമ്മളെ എല്ലാം ചെയ്യുന്ന ദൈവം ഒരു വില്ലനായിട്ടാണ് ഇവിടെ വരുന്നത്, ഇല്ലേ? ആ സങ്കല്പത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കെ എല്ലാവരെയും ഒന്നിച്ച് കാണണം, അതാണ് നമ്മൾ കൊണ്ടാടുന്ന കേരളത്തിന്റെ മഹിമ എന്ന് പറയുന്നിടത്ത് ഇതുപോലെ ഉണ്ടാകുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടതോ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടതോ ആൾക്കാരാണെങ്കിൽ അവരെ തള്ളിക്കളയാൻ കളയും.
അതിന്റെ ഉറച്ച വിശ്വാസമാണ് ഇവിടെ സംസാരിച്ച പലരും. അതുകൊണ്ട് എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്. കേരളം ഒരിക്കലും ഇത്തരത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല. അവര് തന്നെ തോറ്റുപോകും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മനു, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ദീപുവിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ആ വിഷയം വീണ്ടും വരുമ്പോൾ ഒന്നുകൂടി സംസാരിക്കാം ദീപു. ഓക്കെ. അപ്പോൾ വെറുതെ അല്ല കേരളത്തിൽ BJP വളരുന്നത് എന്ന് എന്നോട് ഫിലിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പ് ചെറിയാൻ പറയുന്നുണ്ട്. പിന്നെ ഫിലിപ്പ് ചെറിയാൻ എനിക്ക് പറ്റിയൊരു ചെറിയ തെറ്റെന്തോ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്മസ് ആണെങ്കിൽ പള്ളിയിൽ ചെന്ന് ഞാൻ മാസിൽ പങ്കെടുക്കുമെന്ന് പറയേണ്ടടുത്ത് മാമോദിസ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം എന്നെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ തെറ്റുപറ്റിയാലൊക്കെ സമ്മതിക്കും, എനിക്കായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ മാസിൽ അത് പ്രത്യേക പ്രാർത്ഥന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലായി കാണും. ഓക്കെ. അപ്പോൾ പ്രമോദ് നാട് പറയുന്നത് വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. എനിക്ക് ഹാപ്പി ഓണമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഹൃദയങ്ങൾ, അത് കാവ്യ നിറത്തിലുള്ള ഹൃദയങ്ങളാണ്, കൊള്ളാം, അതിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ആരിഫ് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട് ഇതുപോലെയുള്ള വിഷങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക മതത്തിലല്ല, അത് ഈ പല ആളുകളും ഇങ്ങനെ പല വിഭാഗത്തിലുള്ളവരും ഇങ്ങനെ ചെറിയ സങ്കുചിതമായി ചിന്തിക്കുന്ന തരത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അത് മാറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അലോണ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് എനിക്ക് 2 ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അലോണ സുരേഷ്, എനിക്ക് അങ്ങോട്ട് ഞാൻ 3 ഹൃദയം അയക്കുകയാണ്. അപ്പോൾ ജയചേച്ചിയുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നു എന്ന് മറ്റ് ചില പ്രേക്ഷകർ, ജയകുമാർ ഉൾപ്പെടെയുള്ളവർ അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ റഷീദാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ശ്രീ റഷീദ്, അങ്ങ് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ മൂല്യം വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് ശ്രീ റഷീദിനെ പോലെ ഒരാൾക്ക് ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതേക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. ഏതായാലും മനുവിനും ന്യൂസ് 18 സഹപ്രവർത്തകർക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങോട്ടും ഞങ്ങൾ ശ്രീ റഷീദിനും കുടുംബത്തിനും ഒക്കെ ആശംസകൾ നേരുകയാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഓണം ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷം വരുമ്പോൾ അവരെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുകയാണ്. കാരണം നമ്മളൊക്കെ മതേതരത്വവും ജനാധിപത്യവും മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്ന ആളുകളാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ആളുകളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. നമ്മൾ ഓണാഘോഷം നമ്മൾ എല്ലാവരും ഒത്തുചേർന്നാണ് ആഘോഷിക്കുക. നമ്മൾക്ക് ഓണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷം ചെറുതൊന്നുമല്ല. ഓണാഘോഷവും ഓണസദ്യയും ആ വിഭവങ്ങളൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി അതിൽ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതിനിടയ്ക്ക് വിഷം കലർത്താൻ ശ്രമിച്ച് മലിനമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത്. അവരെ പേരെടുത്ത് പറയുകയോ അതല്ലെങ്കിൽ അവരെ ആളാക്കാൻ സാധിച്ചു, അവരൊക്കെ മാധ്യമങ്ങളിൽ ആളാകാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് ആണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അവരെ നമ്മൾ ആ രീതിയിൽ അങ്ങ് കാണുകയേ നിവൃത്തിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓണമായാലും മറ്റേ ഏത് മതവിഭാഗത്തിന്റെ ആഘോഷമായാലും അതൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ടും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടും നടത്തേണ്ട പരിപാടികൾ. ഇവരെ പോലെയുള്ള ആളുകളാണ് മലിനമാക്കാൻ ശ്രമിക്കുന്നത്. അവരെ നമ്മളെ ഒരു തരത്തിലും അംഗീകരിക്കേണ്ട, അവരെ വാക്കുകൾ നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. നമുക്ക് ഓണം വന്നാലും വിഷു വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്തുമസ് വന്നാലും ഒക്കെ തന്നെ നമ്മളും നമ്മുടെ പരിസരം എന്തൊരു സന്തോഷമാണ്. അത് കാണാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലേ? ആ ഒരു ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ് ഒട്ടുമുക്ക ആളുകളും. ഇത്തരം ആളുകൾ, ഈ പറഞ്ഞ വിഷം വഹിക്കുന്ന ആളുകളുടെ ചിന്താഗതിയെ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുക. നമ്മളെല്ലാ ആഘോഷങ്ങളും എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ടും അവരെ കൂടെ നിന്നുകൊണ്ടും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ ആയിരിക്കണം ജീവിതം സന്തോഷകരമായിരിക്കണം, ജീവിതം സമാധാനപരമായിരിക്കണം. ആ രീതിയിലൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ആ രീതിയിലായിരിക്കണം എല്ലാവരുടെയും ചിന്ത. മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാണ്. ഇത്തരം ആളുകളെ നമ്മുടെ സമൂഹത്തിന് തുടച്ചു നീക്കാൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. യെസ്, താങ്ക് യു സോ മച്ച് ശ്രീ റഷീദ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആ മതേതരത്വത്തിൻ്റെ ആശയമാണ് പൊതുവേദിക്കും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സമയം വളരെ കുറവാണ്. വിനയൻ കളമശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. സാർ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിന്റെ മനസ്സിൽ കുഷ്ഠം ബാധിച്ചേക്കാണ്.
കുഷ്ഠം ഉള്ളിൽ ബാധിച്ചേക്കും. ആ കുഷ്ഠം അതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള കുഞ്ഞു മക്കൾക്കും കൂടി അത് ബാധിക്കും. അവർ മതം തിരിച്ചുള്ള ഈ വർത്തമാനം അവർക്ക് നല്ലതല്ല. ബാക്കിയുള്ള നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശശീന്ദ്രൻ കക്കോടി സാറേ, എല്ലാ മതസ്ഥർക്കും വ്യത്യസ്തമായ ആഘോഷങ്ങളും ഉത്സാഹങ്ങളും ഉണ്ട്. ഇത് നമ്മൾ കൂട്ടായിട്ട് ഒത്തൊരുമിച്ച് ജീവിതത്തിൽ കൊണ്ടു നടന്ന് നമ്മൾ മതേതരത്വത്തിനെ ശക്തിപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഗ്ലാഡിയേറ്റർ എന്നോടൊപ്പം ചേർന്നിരുന്നു. കേരളത്തെ സൗദിയുടെ ട്വിൻ സിറ്റി അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അതൊരു മറ്റൊരു രാജ്യമാണ്. അത് നമ്മളുമായിട്ട് ഇന്ത്യയൊക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളൊരു രാജ്യമാണ്. നമ്മൾ അതിനെ ട്വിൻ സിറ്റി എന്നൊന്നും പറയാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടല്ല. അവർക്ക് അവരുടേതായ സവിശേഷതകൾ, കേരളത്തിൻ്റെ സവിശേഷതകൾ. ഗ്ലാഡിയേറ്റർ ഓക്കെ. അപ്പോൾ ജയകുമാർ ഉണ്ട്, അപ്പോൾ അക്വേറിയസ് ഉണ്ട്. ഇന്ന് സ്ത്രീ വിഷയം ഒഴിവാക്കിയത് നന്നായി എന്നാണ്. അപ്പോൾ ഇത് കത്തി നിൽക്കുന്ന വിഷയത്തിൽ ആളുകൾ കൂടുതൽ അഭിപ്രായം പറയാനുണ്ടാവും. ഞാൻ പിന്നെ അത് എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്ന് ഒഴിവാക്കിയതാണ്. കാരണം ഒരുപാട് ആളുകൾ അന്ന് വിളിച്ചു, ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജയ് പറയുന്നത്, വാർത്ത മുക്കിയാലും എത്ര തന്നെ ഒളിപ്പിച്ചാലും റാപ്പിഡായി മതത്തിൻ്റെ വിഷം പുറത്തു വരും. ഓക്കെ. അപ്പോൾ വാർത്തയൊന്നും ആരും മുക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. വാർത്ത മുക്കലൊന്നും എളുപ്പമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ ജയകുമാർ എനിക്ക് ഹാപ്പി ഓണം എന്ന് പറയുന്നുണ്ട്. കുറേ പേരൊക്കെ ഹാപ്പി ഓണം എന്ന് പറയുന്നത്. കാറ്റ്കിറ്റ് നമ്മുടെ സിംഗപ്പൂരിലിരുന്ന് നമ്മുടെ പൊതുവേദിയിൽ ചേരുന്നു. അപ്പോൾ കാറ്റ്കിറ്റ് സിംഗപ്പൂരിൽ എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ UK ബ്ലൈറ്റി ഡേയ്സ് ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു, എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഏതായാലും അങ്ങനെ നമ്മുടെ ആഗോള പൊതുവേദി സംഗമം അങ്ങനെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ നിലപാട് നെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ആളുകൾക്ക് എടുത്ത്, ഓണം ഇസ്ലാമിനെതിരോ എന്നാണ്. അപ്പോൾ 68% ആളുകൾ പറയുന്നു അല്ല എന്ന്. പക്ഷേ 32% ആളുകൾക്ക് അങ്ങനെ ആണെന്നൊരു ചിന്താഗതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അത് വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. 38% കുറവാണെങ്കിലും അത് ദുഃഖിപ്പിക്കുന്ന ഒരു ശതമാനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ മലയാളം, കേരളം എന്ന് പറയുമ്പോൾ അത് ഓർമ്മയിൽ വരുന്നത് പൂക്കൾ നിറഞ്ഞ, അതുപോലെ പൂക്കളങ്ങൾ നിറഞ്ഞ, എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സന്തോഷിക്കുന്ന നല്ല ഒത്തൊരുമയുടെ ദിനങ്ങളാണ്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.